ഏറ്റവും മികച്ച വ്യായാമം എന്ന നിലയിൽ കൃത്യമായൊരു നീന്തൽ പരിശീലനം പുതുതലമുറയ്ക്ക് ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും വേൾഡ് മലയാളി ഫെഡറേഷനും സംയുക്തമായി ചേർത്തല പഴംകുളത്ത് നടത്തുന്ന സ്വിം കേരള സ്വിം നീന്തൽ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും ഉതകുന്നതോടൊപ്പം മികച്ച വ്യായാമവും ഉല്ലാസവുമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക ദുരന്തത്തെ സമചിത്തതയോടെ നേരിടാനും ശാസ്ത്രീയ നീന്തൽ പഠനം സഹായകരമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നീന്തലിന്റെ പ്രാധാന്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുകയായിരുന്നു, ചില പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഉള്ളവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് നീന്താൻ പറ്റുമെങ്കിൽ നീന്തണം എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പോഴാണ് നമ്മൾ കുളങ്ങൾ അന്വേഷിക്കുന്നത്. നീന്താൻ പറ്റുമോ? കാണുന്ന കുളങ്ങളിൽ പലതും അങ്ങോട്ട് ഇറങ്ങി കാലൊന്നും മുക്കാൻ പോലും ഒക്കാത്ത തരത്തിൽ പെട്ട് കിടക്കുന്ന കുളങ്ങളാണ്. നമുക്ക് ഈ വെള്ളത്തിൻ്റെ വിലയെക്കുറിച്ച് വലിയ ബോധ്യമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടിയത് ചെറിയ പ്രശ്നമൊന്നുമല്ല. പൈപ്പ് വെള്ളം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അനുഭവിച്ചിട്ടാണ് രാവിലെ ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ 5 മണിക്ക് വന്ന് ഞാൻ വാഷ് ബേസിൻ്റെ അടുത്ത് നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ 5 ദിവസം കൊണ്ട് ഞാൻ വന്നിട്ട് പറഞ്ഞപ്പോൾ ചെയർപേഴ്സണും വൈസ് ചെയർമാനും എന്നെ ഇങ്ങനെ വളരെ ദേഷ്യത്തോട് വരിക, 5 ദിവസം വെള്ളം കിട്ടത്തുള്ളൂ, നേരത്തെ അറിയാവുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ വെള്ളമില്ലെങ്കിൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല. പിന്നെ നമ്മൾ അടുത്ത വീടുകൾ തേടുകയാണ്. ഞങ്ങൾ പണ്ട് കളിയാക്കുമായിരുന്നു, തിരുവനന്തപുരത്ത് പോയി സെറ്റിൽ ചെയ്തിരിക്കുന്നവർ ബന്ധുക്കളെ തിരക്കി ഇറങ്ങുന്നത് അരുവിക്കര എന്നുള്ള പൈപ്പ് പൊട്ടുമ്പോഴാണ്. കാരണം വെള്ളമില്ല. നമുക്കാണെങ്കിൽ കിണറും കുളവും സമൃദ്ധമായിരുന്ന ഒരു നാട്ടിലാണ് ജപ്പാന്റെ പൈപ്പ് പൊട്ടിയെങ്കിൽ നമ്മുടെ ജീവിതം കഷ്ടത്തിലാവുന്ന തരത്തിലേക്ക് എത്തുന്നത്. ചേർത്തല നഗരസഭയുടെയും പെർത്ത് യുണൈറ്റഡ് അസോസിയേഷന്റെയും സഹകരണത്തോടെയാണ് നീന്തൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിൽ മൈൽസ്റ്റോൺ ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് VS ദിലീപ് കുമാർ മാമ്പുഴക്കരി അധ്യക്ഷത വഹിച്ചു. SP മുരളീധരൻ ആമുഖ പ്രസംഗം നടത്തി. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ TS അജയകുമാർ, കൗൺസിലർമാരായ PS ശ്രീകുമാർ, A അജി, വേൾഡ് മലയാളി ഫെഡറേഷൻ നാഷണൽ വൈസ് പ്രസിഡന്റ് റിനി, ഏഷ്യ റീജിയൻ രക്ഷാധികാരി സിറിൽ സജ്ജു ജോർജ്, കേരള ഘടകം പ്രസിഡന്റ് റഫീഖ് മരക്കാർ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ഷാജി, മൈൽസ്റ്റോൺ സെക്രട്ടറി ഡോക്ടർ R പൊന്നപ്പൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 20 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രീയമായ നീന്തൽ പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് ജലസംബന്ധമായ അപകടങ്ങളെ തരണം ചെയ്യുവാനും മറ്റൊരാളെ രക്ഷപ്പെടുത്തുവാനുമുള്ള വൈദഗ്ധ്യം ലഭിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. സ്വിം കേരള സ്വിം എന്ന ഈ പദ്ധതി സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. AC റോഡിൽ പണ്ടാരക്കുളം ഫ്ലൈഓവർ നിർമ്മാണത്തിലെ അശാസ്ത്രീയത അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP സമരം ശക്തമാക്കി. പാർട്ടി, താലൂക്ക്, പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. BJPയുടെ പ്രതിഷേധം എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ സഖാക്കളെ AC റോഡിൻ പേര് പറഞ്ഞ് കോടികൾ തട്ടിയെടുത്തവരെ നിർദ്ദിഷ്ട ഫ്ലൈഓവറും അതിനു മീതെ കൂടി കടന്നുപോകുന്ന ഇലക്ട്രിക് ലൈനും തമ്മിലുള്ള അകലം കുറവായതിനാൽ AC റോഡിൽ ഈ ഭാഗത്തെ പണി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. വാഹനങ്ങൾ ഇവിടെ സർവീസ് റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. ഇക്കാരണത്താൽ KSRTC ബസ് ഉൾപ്പെടെ മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത കുരുക്കിൽ അകപ്പെടുകയാണ്. ഫ്ലൈഓവർ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. രാത്രികാലങ്ങളിൽ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ അധികൃതർ ഇല്ലാത്തത് യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. ഞായറാഴ്ച വൈകുന്നേരം 4:30 ആരംഭിച്ച സമരം പാർട്ടി ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു ബൈ റോഡ് നിർമ്മിച്ചിട്ടാണ് ഈ AC റോഡിൽ ഗതാഗതം നടക്കുന്നത്. ഈ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർത്തിയാക്കി എന്തുകൊണ്ടാണ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്തത് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിലുകൂടി പോയാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര വോൾട്ടേജിൽ കറണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തട്ടിപ്പോവും, അതുകൊണ്ട് ആ പാലത്തിൽ കയറരുതെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ തൊഴിലാളികളെല്ലാം ഇത് നിർമ്മിക്കാനുള്ള പണികളെല്ലാം എടുത്തത്. ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചത് എന്തിന്റെ പേരിലാണ്? കേരളത്തിലെ പൊതുവികസനത്തെ പറ്റി പറയുമ്പോൾ
കാരണം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഉണ്ടെന്നും അത് ഉയർത്തണമെന്നും ആവശ്യമായ ആലോചനകളില്ലാതെ ഇവിടെ ഇടതുപക്ഷം നയിക്കുന്ന ഒരു സൊസൈറ്റിക്ക്, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോടികൾ നൽകാൻ എന്ന് പറഞ്ഞാൽ CPM-ന്റെ നേതാക്കന്മാരുടെ കീശയിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തിച്ചേരാൻ വേണ്ടി വളരെ ധൃതി പിടിച്ച ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുകയും എന്നാൽ അതിന്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സമരത്തിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ BJP നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സതീശൻ അധ്യക്ഷനായിരുന്നു. പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ PK വാസുദേവൻ, നേതാക്കളായ സുരേഷ് പരിയാത്ത്, NV നാരായണദാസ്, അനിൽകുമാർ തകഴി, CL ലജുമോൻ, PR മനോജ്, സുരേഷ് കുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. AC കനാൽ തുറക്കുക, കനാലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കടകലും പോളയും ഉടൻ നീക്കം ചെയ്യുക, നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുവാൻ ഡ്രഡ്ജിംഗ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനജാഗ്രതാ സമ്മേളനവുമായി AC കനാൽ സംരക്ഷണ സമിതി. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ആരംഭിച്ച സമ്മേളനം കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാൻ മഠം ഉദ്ഘാടനം ചെയ്തു. മനക്കച്ചിറ, പാറക്കൽ കലുങ്ക്, കിടങ്ങറ, മുട്ടാർ പ്രദേശങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും ഒഴിവാക്കുവാൻ കിടങ്ങറ പാലത്തിൽ നിന്നും മുട്ടാർ ഭാഗത്തേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും കനാലിനു കുറുകെ നിർമ്മിച്ചിരിക്കുന്ന മുട്ട് പൊളിച്ചുമാറ്റണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നൈനാൻ തോമസ് ആവശ്യപ്പെട്ടു. AC കനാലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കടകലും പോളയും വാരിമാറ്റുവാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണം. ജനാധിപത്യ രീതിയിൽ നിരന്തരം സമരങ്ങൾ നടത്തിയിട്ടും AC കനാൽ സംരക്ഷിക്കുവാൻ ജനപ്രതിനിധികളും സർക്കാരും ഉണർന്നു പ്രവർത്തിക്കാത്തത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നൈനാൻ തോമസ് ആരോപിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്കകം മൺസൂൺ ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലം ഈ AC കനാലിൽ നാം നേരിട്ട് കണ്ടതാണ്. ചെറിയൊരു മഴയത്ത് പോലും നിരന്തരം വെള്ളക്കെട്ടുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ചെറിയ മഴയത്ത് AC കനാലിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്? 2 വർഷങ്ങൾക്ക് മുൻപ് AC റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ സൊസൈറ്റി മുട്ടാർ ജംഗ്ഷനിൽ നിർമ്മിച്ചിരിക്കുന്ന മുട്ട്, അതിനടിയിലൂടെ വെള്ളം സുഗമമായി ഒഴുകി പോകാത്തതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായി നിരന്തരം മനക്കച്ചിറ മുതൽ അതോടൊപ്പം തന്നെ കിടങ്ങറ പ്രദേശം, തലവടി, മുട്ടാർ പ്രദേശങ്ങളൊക്കെ നിരന്തരമായി വെള്ളക്കെട്ടിൽ ആർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് AC കനാൽ സംരക്ഷണ സമിതി ഇവിടെ പ്രത്യേകമായി ആവശ്യപ്പെടുന്നു, അടിയന്തരമായി കിടങ്ങറ പാലത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റാമ്പിന്റെ പണി പൂർത്തിയാക്കി, യുദ്ധകാലാടിസ്ഥാനത്തിൽ റാമ്പിന്റെ പണി പൂർത്തിയാക്കി ഊരാളുങ്കൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മുട്ട് പൊളിച്ചു മാറ്റുന്നില്ല എങ്കിൽ ഗുരുതരമായ വെള്ളപ്പൊക്കത്തെ നേരിടുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഗുരുതരമായ വെള്ളപ്പൊക്കം നേരിടേണ്ടി വരും എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. കനാൽ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ AC വിജയപ്പൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കുട്ടനാട് SNDP യോഗം കൺവീനർ സന്തോഷ് ശാന്തി മുഖ്യപ്രഭാഷണം നടത്തി. PR സതീശൻ വിഷയാവതരണം നടത്തി. അലക്സാണ്ടർ പുത്തൻപുര, മുട്ടാർ സുരേന്ദ്രൻ, സൈബി അക്കര, ഷിബു കണ്ണമ്മാലി, സൈനോ തോമസ്, തോമസ് വർക്കി വടുതല, ടോം ജോസഫ് ചമ്പക്കുളം, മോഹനൻ കരുമാലി, ആശ കരിവേലിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ജനജാഗ്രതാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനും സമ്മേളനത്തിനും എബിൻ അലക്സാണ്ടർ ആയിരപ്പറ, ജോസഫ് അപ്രേം മേപ്രത്തുശ്ശേരി, കറിയാച്ചൻ വടകര, അപ്പച്ചൻകുട്ടി ആശാപറമ്പ്, ജോണി വെള്ളിത്തറ, അജേഷ് മാമ്പുഴക്കരി, മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തകഴി ഗ്രാമപഞ്ചായത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രസിഡന്റ് S അജയകുമാർ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തകഴി പഞ്ചായത്തിലെ 14 വാർഡുകളിലും ശുചീകരണം സംഘടിപ്പിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ. പഞ്ചായത്തിലെ എല്ലാ പൊതുസ്ഥാപനങ്ങളും വഴിയോരങ്ങളും ശുചീകരിക്കും. വിവിധ വാർഡുകളിലായി 100 കണക്കിന് പേരാണ് ഇതിൽ പങ്കെടുത്തത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് S അജയകുമാർ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡെങ്കിപ്പനി മുട്ടയിട്ട് വരുന്ന നശീകരണമാണ് പ്രധാന പോംവഴി. ആദ്യം നമ്മൾ കുടുംബശ്രീ അയൽക്കൂട്ടക്കാരെയും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനാംഗങ്ങളെയും വിളിച്ചുകൂട്ടി ഇതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുകയും ഇന്നലെയും ഇന്നുമായി
എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇന്നിപ്പോൾ രാവിലെ കേളമംഗലത്ത് നമ്മുടെ ഒരു 100-100-ലധികം തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അയൽക്കൂട്ടക്കാരും വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ കേവലം യാന്ത്രികമാകാതെ മനസ്സിൽ തട്ടി തന്നെ ഇത് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. കാരണം ഇവരിപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്ന ഈ ലഘു നോട്ടീസ് അത് വളരെ സ്വയം ഇതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കൊതുക് നിവാരണം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്. എങ്ങനെയല്ല അത് ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം മിനി അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബ് മുഖ്യപ്രഭാഷണം നടത്തി. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സന്ദേശങ്ങൾ അടങ്ങിയ ബോർഡിന്റെ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു. കൈനഗിരി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. പാർട്ടി കൈനഗിരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടയ്ക്കൽ വാട്ടർ ടാങ്കിൽ പ്രവർത്തകർ റീത്ത് സമർപ്പിച്ചു. കള്ളന്മാരെ കൊള്ളക്കാരെ കള്ളന്മാരെ കൊള്ളക്കാരെ കള്ളന്മാരെ കൊള്ളക്കാരെ കണ്ണു തുറന്ന് കാണുന്നില്ലേ തൊണ്ടവരണ്ട് ചാകാറായ തൊടിവെള്ളത്തിന് ദാഹിക്കുന്ന പാവപ്പെട്ടൊരു ജനതയ്ക്കായി BJPയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ സമരം PR മനോജ് ഉദ്ഘാടനം ചെയ്തു. കൈനഗിരിയുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കാലപ്പഴക്കം വന്ന വാട്ടർ ടാങ്ക് പൊളിച്ചുമാറ്റി പുതിയ ടാങ്ക് സ്ഥാപിക്കണമെന്നും പൊട്ടിയ പൈപ്പ് ലൈനിന്റെ തകരാർ പരിഹരിക്കണമെന്നും PR മനോജ് ആവശ്യപ്പെട്ടു. ഈ വാട്ടർ ടാങ്ക് ഏതാണ്ട് 45 വർഷക്കാലമായി ഇവിടെ നിലകൊണ്ടിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ സമരം ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ പരിസര പ്രദേശമൊന്നും നമ്മളൊന്ന് പരിശോധിച്ച് ഇവിടെയാണ് ഇതിൻ്റെ വാൽവ് തുറക്കുന്നത്. ഈ പഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തിലെ 1-ാം വാർഡ് മുതൽ 8-ാം വാർഡ് വരെയുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ വാൽവ് തുറക്കുന്ന ഇവിടെ നമുക്കിവിടെ കാണാം. ഇവിടെ മലിനജലം മുഴുവൻ കെട്ടിക്കിടക്കുന്നത്. ഇവിടെ വാൽവ് തുറക്കുമ്പോൾ ഈ മലിനജലം കൂടി അകത്തേക്ക് കടന്നാണ് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കുടിലുകളിലേക്ക് വെള്ളമെത്തുന്നത്. പ്രതിഷേധ യോഗത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CL ലജുമോൻ അധ്യക്ഷത വഹിച്ചു. PC ജയൻകുട്ടൻ, PP മനോജ്, ചന്ദ്രശേഖരൻ, ഉത്തമൻ, തങ്കച്ചൻ മുണ്ടയ്ക്കൽ, ജയപ്രകാശ്, സന്തോഷ് പതിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. കടൽത്തീര സംരക്ഷണം, മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം എന്നിവ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് KLCA ആലപ്പുഴ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു. കാലവർഷത്തിനു മുൻപ് ആലപ്പുഴ, എറണാകുളം ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മത്സ്യ ദൗർലഭ്യത്തെ തുടർന്ന് പട്ടിണിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. KLCA ആലപ്പുഴ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളും സ്ത്രീകളും ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുത്തത്. മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ സമാപിച്ചപ്പോൾ നടത്തിയ ധർണ ആലപ്പുഴ രൂപതാ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജോയി പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആലപ്പുഴ രൂപതയിലെ 70% വരുന്ന ജനവിഭാഗം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്ന, കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും നീതിനിഷേധവും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഭരണാധികാരികളുടെ പ്രത്യേകമായ ഇടപെടൽ ഈ ജനത്തിന് വേണ്ടി ഉണ്ടാകണമെന്നും ഒക്കെ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ് KLCയും KLCWയും ഒക്കെ. അതുപോലെ തന്നെ KCYM, വിവിധ നമ്മുടെ പ്രവർത്തകരൊക്കെ. നിങ്ങളുടെ ഈ ഇടപെടലുകളെ പ്രത്യേകമായി ആലപ്പുഴ രൂപതയുടെ പേരിൽ, ഇതിൻ്റെ പിതാവിൻ്റെ പേരിൽ ശ്ലാഘിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഇപ്രകാരം ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 1-2 മാസങ്ങൾ കഴിഞ്ഞാൽ കടലാക്രമണത്തിന്റെ നിരന്തരമായ വേട്ടയാടലിന് ഇരകളായി തീരുന്നവരാണ് നമ്മുടെ തീരദേശ ജനത. പ്രത്യേകിച്ച് ചില ഹോട്ട്സ്പോട്ടുകളായി സർക്കാർ തന്നെ നിർണയിച്ചിരിക്കുന്ന പല ഇടങ്ങളിലും ഭയങ്കരമായ കടലാക്രമണം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇത് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്കറിയാം, കള്ളക്കടൽ പ്രതിഭാസം മൂലം, അതുപോലെ തന്നെ
വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ കടലിൽ പോകാൻ അനുവാദമില്ലാത്ത സാഹചര്യം ദിവസങ്ങളൊക്കെ എത്രയോ തവണകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടുത്ത കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്സ്യം ലഭിക്കാത്തതിനാൽ പട്ടിണിയിലായിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സഹായിക്കണമെന്നും രൂക്ഷമായ കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് തീരദേശം സംരക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും ഫാദർ ജോയി പുത്തൻവീട്ടിൽ ആവശ്യപ്പെട്ടു. ധർണാ യോഗത്തിൽ PG ജോൺ ബ്രിട്ടോ അധ്യക്ഷനായിരുന്നു. മുൻ MP ഡോക്ടർ KS മനോജ്, ബിജു ജോസി, ക്ലീറ്റസ് കളത്തിൽ, സിസ്റ്റർ അമ്പി, തങ്കച്ചൻ തെക്കേപ്പാലിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പക്ഷിപ്പനി താറാവുകളെ കൊന്നൊടുക്കി. തലവടി പഞ്ചായത്ത് 13-ാം വാർഡിൽ കഴിഞ്ഞ ദിവസം കള്ളിങ്ങിന് വിധേയമാക്കിയത് 4251 പക്ഷികളെ. തലവടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ പൂഞ്ചായിൽ ചിറ ബിനോയിയുടെ താറാവുകളെയാണ് കഴിഞ്ഞ ദിവസം കൊന്നൊടുക്കിയത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെയും കൊന്നു നശിപ്പിച്ചു. ദ്രുതകർമ്മസേനയുടെ 4 ടീമുകളുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. തലവടിയിൽ പക്ഷിപ്പനി സംശയിച്ച താറാവിന്റെ സാമ്പിൾ ഭോപ്പാൽ വൈറോളജി ലാബിലെ പരിശോധനയ്ക്ക് ശേഷമാണ് സ്ഥിരീകരണമായത്. താറാവുകൾ ചത്തതോടെ തിരുവല്ല മഞ്ഞാടിയിലെ വൈറോളജി ലാബിൽ കർഷകർ സാമ്പിൾ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. ഈ പരിശോധനാ ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭോപ്പാൽ ലാബിൽ പരിശോധനയ്ക്ക് വിട്ടത്. ബിനോയിയുടെ 3851 താറാവുകളെയും സമീപ പ്രദേശങ്ങളിലെ മറ്റ് വളർത്തുപക്ഷികളെയും അടക്കം 4251 പക്ഷികളെയാണ് കഴിഞ്ഞ ദിവസം കൊന്നൊടുക്കിയത്. ജില്ലാ മൃഗരോഗ നിയന്ത്രണ പദ്ധതി കോർഡിനേറ്ററുടെ നിർദ്ദേശപ്രകാരം 23 ടൺ വിറക്, 2 ടൺ ചിരട്ട, 100 കിലോ പഞ്ചസാര, 100 ലിറ്റർ ഡീസൽ, 100 കിലോ കുമ്മായം എന്നിവ കള്ളിങ്ങിനായി പഞ്ചായത്ത് വാങ്ങി നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം NB രാജൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി GV വിനോദ് കുമാർ, വില്ലേജ് ഓഫീസർ രജി പോൾ എന്നിവർ നേതൃത്വം നൽകി. ചമ്പക്കുളം പഞ്ചായത്ത് 3-ാം വാർഡിലും തഴക്കര പഞ്ചായത്ത് 11-ാം വാർഡിലും കഴിഞ്ഞ ദിവസം പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കിയിരുന്നു. പള്ളാത്തുരുത്തി പാലത്തിന്റെ ഗർഡർ ഷിഫ്റ്റിംഗ് ജോലികൾ മെയ് 21 ചൊവ്വാഴ്ച രാത്രി 10 മുതൽ 22 രാവിലെ 5:30 വരെ നടത്തും. ഈ സമയത്ത് എല്ലാ വാഹനങ്ങളുടെയും ഗതാഗതം ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. യാത്രികർ ചങ്ങനാശ്ശേരിയിൽ നിന്നും പൂപ്പള്ളി ചമ്പക്കുളം SN കവല റൂട്ടിലും ആലപ്പുഴയിൽ നിന്ന് തിരിച്ചും സഞ്ചരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്ക് MSS ചങ്ങനാശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി N ഹബീബ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറുപടി നൽകിക്കൊണ്ട് നമ്മളേവരും കണ്ണുകൊണ്ട് കാണാൻ കൊതിക്കുന്ന, കാലുകൊണ്ട് സ്പർശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന മക്കയുടെ മണ്ണിലേക്ക് യാത്ര തിരിക്കുകയാണ്. ധനമുണ്ടായിട്ടോ ആരോഗ്യമുണ്ടായിട്ടോ അവസരമുണ്ടായിട്ടോ ഒക്കെ പലർക്കും അതിനവസരം ലഭിച്ചിട്ടില്ല. അതിന് അവന്റെ അനുഗ്രഹം തന്നെ വേണം. യാത്രയയപ്പ് സമ്മേളനത്തിൽ MSS ചങ്ങനാശ്ശേരി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K അബ്ദുൽ സലാം ഹാജി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KS ഖലീൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതൂർപ്പള്ളി നായിബ് ഇമാം അബൂബക്കർ സിദ്ദിഖ് മന്നാനി ഹജ്ജ് സന്ദേശം നൽകി. യൂണിറ്റ് സെക്രട്ടറി PA സാദിഖ്, പഴയപള്ളി വൈസ് പ്രസിഡന്റ് ഹക്കീം പാറയിൽ, വനിതാ യൂണിറ്റ് ജില്ലാ ട്രഷറർ നസീമ ഖലീൽ, നജീബ് പത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ, ചെന്നിത്തല, തിരുവല്ല ഭാഗങ്ങളിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി പിടിയിൽ. മാന്നാർ കുരട്ടിക്കാട് മംഗലത്ത് മഠത്തിൽ കിഴക്കേതിൽ വിഷ്ണുരാജാണ് വിയപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. വിവിധയിടങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചിരുന്ന വിഷ്ണുവിനായി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് എടത്വ ഭാഗത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സംഘത്തിൽപ്പെട്ട കുട്ടമ്പേരൂർ പല്ലവനക്കാട്ടിൽ സാറാമ ലാലു, മാന്നാർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കുരട്ടിക്കാട് നേരൂർ വീട്ടിൽ ഉഷ ഗോപാലകൃഷ്ണൻ എന്നിവരെ ഒളിവിൽ കഴിയവേ തിരുവല്ല കുറ്റൂരിലെ ഒരു വീട്ടിൽ നിന്നും 2 ആഴ്ച മുമ്പ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. മാന്നാർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK ശ്രീദേവിയമ്മയിൽ നിന്നും 65 ലക്ഷം രൂപയും 40 പവൻ സ്വർണ്ണാഭരണങ്ങളും, കുരട്ടിക്കാട് ഏനാത്ത് വടക്കേതിൽ AC ശിവൻപിള്ളയുടെ 36 ലക്ഷം രൂപയും 16 പവന്റെ ആഭരണങ്ങളും, വത്സലാഭവനിൽ TN വത്സലകുമാരിയുടെ 3 പവന്റെ ആഭരണങ്ങൾ, നേരൂർ പടിഞ്ഞാറ് രമണി അയ്യപ്പന്റെ 6.5 പവന്റെ ആഭരണങ്ങൾ, ശാന്തമ്മയുടെ 1 പവന്റെ ആഭരണം എന്നിവ ഉൾപ്പെടെ നിരവധി ആളുകളിൽ നിന്നായി 3 കോടിയോളം രൂപയും 70 പവനോളം സ്വർണ്ണാഭരണങ്ങളുമാണ് ഈ സംഘം തട്ടിയെടുത്തത്. ഇവരുടെ ഭീഷണിയിൽ മനംനൊന്ത് ശ്രീദേവിയമ്മ വീട്ടിലെ പൂജാമുറിയിൽ ജീവനൊടുക്കിയ സംഭവത്തോടെയാണ് മാന്നാറിലെ വൻ സാമ്പത്തിക തട്ടിപ്പ് പുറം ലോകമറിയുന്നത്. കേന്ദ്ര പദ്ധതി പ്രകാരം വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി
10 കോടി രൂപ ലഭിക്കുമെന്നും അതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ചു പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് വിഷ്ണുവിനെ ബാങ്ക് മാനേജർ എന്ന് പരിചയപ്പെടുത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. വിഷ്ണുരാജിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി 12ഓളം കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. തട്ടിപ്പ് സംഘത്തിൽ ഇനിയും അംഗങ്ങളുണ്ടെന്നും അവർക്കായി ഊർജിതമായി തിരച്ചിൽ നടത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 1977-78 SSLC ബാച്ച് ബി വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് ശ്രദ്ധേയമായി. മധുരിമ എന്ന പേരിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ഗുരുവന്ദനം, ആദരിക്കൽ, ഉപകാര സമർപ്പണം, കലാപരിപാടികൾ എന്നിവ ഉൾക്കൊള്ളിച്ചായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. രാവിലെ 11 ചേർന്ന സമ്മേളനം സ്കൂൾ മാനേജർ ഫാദർ ജോസ് കളം ഉദ്ഘാടനം ചെയ്തു. 1977-78 വർഷം 46 വർഷം കഴിഞ്ഞു. ഞാൻ SSLC പാസ്സായ വർഷം 1978. അതുകൊണ്ട് ഏകദേശം എൻ്റെ ഏകദേശം സെയിം അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം മനുഷ്യരി അച്ഛൻ ഈ ബാച്ചിലുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അച്ഛന് ചെയ്യുന്ന സേവനം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ വളരെ സജീവമായിട്ട് ബാച്ചാവും തീർച്ചയായിട്ടും എല്ലാവരും ഒത്തിരി അച്ഛൻ്റെ മാതൃക തന്നെ മതി നമുക്ക് ഏത് കാര്യത്തിലും. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അറിയാം ഈ സ്കൂള് തുടങ്ങിയിട്ട് 125 വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം ആഘോഷിച്ചിട്ട് 126 വർഷം പ്രത്യേക അവസരമാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഈ അവസരത്തിൽ ഒരുമിച്ച് കൂടിയതിൽ ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആ ഒരു പ്രത്യേകിച്ച് പേര് തന്നെ മധുരിമയാണ്. സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോർഡിനേറ്ററും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അധ്യക്ഷനായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോർഡിനേറ്റർ ചന്ദ്രൻ പുളിങ്കുന്ന് ആമുഖ പ്രഭാഷണവും ഹെഡ്മാസ്റ്റർ ഷാജി തോമസ് മുഖ്യപ്രഭാഷണവും നടത്തി. മുൻ ഹെഡ്മാസ്റ്റർ KP മാത്യു, മുൻ ക്ലാസ് ടീച്ചർ PT ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഫ്രാൻസിസ് പാട്ടത്തിൽ, ടോമി സേവ്യർ, സതീഷ് കുമാർ, ജോൺ ജോസ്, ചെറിയാൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് സ്നേഹവിരുന്നിന് ശേഷം ഹസ്തദാനം നൽകി ഇനിയും കാണാം എന്ന് ഉറപ്പു പറഞ്ഞ് പഴയ സഹപാഠികൾ തൽക്കാലത്തേക്ക് പിരിഞ്ഞു. ആനപ്രമ്പാൽ കൊല്ലശ്ശേരിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആഘോഷിച്ച അത്തം മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-നായിരുന്നു പൊങ്കാല സമർപ്പണം. മെയ് 18, 19 തീയതികളിലായിരുന്നു അത്തം മഹോത്സവം. 19 രാവിലെ 5 പള്ളി ഉണർത്തലോടെ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. 7:30 ബ്രഹ്മകലശം. രാവിലെ 10 പൊങ്കാല സമർപ്പണത്തിന് മുന്നോടിയായി ഭദ്രദീപം പ്രകാശനം ചെയ്തു. ബ്രഹ്മകുമാരി സുജ ബഹൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഭാരതം ഉത്സവങ്ങളുടെ നാടാണ്. എല്ലാ ഉത്സവങ്ങൾക്കും പിന്നിൽ ഏതെങ്കിലും ഒരു ഐതിഹ്യം ഉണ്ടായിരിക്കും. നമ്മളിന്ന് പൊങ്കാല ആഘോഷിക്കുകയാണ്. പൊങ്കാലയുടെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ശ്രീ പാർവതി ദേവി പരമേശ്വരനെ സംപ്രീതനാക്കുവാൻ വേണ്ടി പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പണ്ട് കാലത്ത് നമ്മൾ ഉച്ചവെയിലാണ് ഉച്ച സമയത്തുമാണ് പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ വേറൊരു ഐതിഹ്യം പറയുന്നുണ്ട്. ഒരു വേടന്റെ കുടുംബം ദിവസവും പാർവതി ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ ആഹാരം കഴിച്ചിരുന്നുള്ളൂ. ഒരു ദിവസം ദേവിക്ക് സമർപ്പിക്കുവാൻ അവരുടെ വീട്ടിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ വിചാരിച്ചു കാട്ടിൽ പോയിട്ട് കുറച്ച് കായ്കനികൾ പറിച്ച് ദേവിക്ക് സമർപ്പിക്കാം. അങ്ങനെ അവര് കായ്കനികൾക്ക് വേണ്ടി കാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ അവർ വീടിനുള്ളിൽ നിറയെ ധാന്യങ്ങളും കലം നിറയെ ചോറും അവർ കണ്ടു. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം അവർക്കുണ്ടായി. അപ്പൊ അതിന്റെ സ്മൃതിക്ക് വേണ്ടി നമ്മൾ പൊങ്കാല സമർപ്പിക്കുകയാണ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, തലവടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ P ജേക്കബ്, വിനോദ് P മത്തായി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാവിലെ 10:17 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യമഠം ദീപേഷ് തന്ത്രി ഭണ്ഡാര അടുപ്പിലേക്ക് ശ്രീകോവിലിൽ നിന്നും അഗ്നി പകർന്നു. ഉച്ചയ്ക്ക് 12-നായിരുന്നു പൊങ്കാല സമർപ്പണം.
വൈകുന്നേരം 6 മുതൽ 7 വരെ ദീപാരാധന, ദീപക്കാഴ്ച, ചുറ്റുവിളക്ക്, പൂമൂടൽ എന്നിവയ്ക്ക് ശേഷം ദേശതാലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. അമ്പലപ്പുഴ സർക്കാർ കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്ക് ഇക്കണോമിക്സ് വിഭാഗത്തിൽ അതിഥി അധ്യാപകനെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത നെറ്റ് അഥവാ PhD യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ www.gcambalappuzha.ac.in എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം മെയ് 28-നകം നേരിട്ടോ തപാൽ മുഖേനയോ പ്രിൻസിപ്പാളിൻ്റെ മേൽവിലാസത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22 72 767 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പുന്നപ്ര വാടക്കലിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പാചക സഹായികളെ താൽക്കാലികമായി നിയമിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ്സോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ രേഖകളോടെ സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ PO 688-003 ആലപ്പുഴ എന്ന വിലാസത്തിൽ ഫോൺ നമ്പർ സഹിതം അപേക്ഷ നൽകണം. അവസാന തീയതി മെയ് 25. പാചകവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകൾ പാസ്സായവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 79254544 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള ലേല നടപടികൾ മെയ് 23-ന് 11 മണിക്ക് കോടതി പരിസരത്ത് നടക്കും. സീൽ ചെയ്ത ടെൻഡറുകൾ 22-ന് വൈകുന്നേരം 5 മണി വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ആലപ്പുഴ ജനറൽ ആശുപത്രി വളപ്പിലുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രത്യേക കെട്ടിട വിഭാഗം ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 8086395147. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6820 രൂപ, പവന് 54,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.